2001 റിലീസ് ചെയ്ത് രഞ്ജിത്ത് ആദ്യമായിട്ട് ഡയറക്ഷനിൽ ഇറങ്ങിയ ഒരു സിനിമ കൂടിയാണ്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ദേവാസുരം പോലൊരു കൾട്ട് ക്ലാസിക്കൽ രണ്ടാം ഭാഗം ഒരു സ്റ്റൈലിഷ് മാസ് എന്റർടൈനർ ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം കാർത്തിക് ശങ്കർ കൊച്ചിയിൽ വെച്ചിട്ട് നമുക്ക് നൽകിയ ബൈറ്റിൽ പറഞ്ഞ അതേ വാചകം ഞാൻ കോട്ട് ചെയ്യുകയാണ്. കാരണം ഞാൻ പറയാനുള്ള ആര്യ പറഞ്ഞു. പക്ഷെ 7:30 ഒരു ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഫാൻ ഷോ സത്യം പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഉണ്ടായിരുന്നു. 7 മണിക്ക് കൈരളി തിയേറ്ററിലായിരുന്നു ഫാൻ ഷോ നടന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്നായിരുന്നു ആ ഫാൻസ് ഷോ 7 മണിക്ക് തീരുമാനിച്ചത്. കാരണം അതിനു മുമ്പ് തലസ്ഥാനത്ത് 7:30 തുടങ്ങുമെന്നായിരുന്നു ആദ്യം പ്ലാൻ. പെട്ടെന്നാണ് അവർ 7 മണിക്ക് ഒരു ഫാൻ ഷോ കൈരളി തിയേറ്ററിൽ പ്ലാൻ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ 7:30 ഇവിടെ ഏരീസ് പ്ലക്സ് തിയേറ്ററിൽ ആദ്യത്തെ ഷോ നടക്കുന്നുണ്ട്. അപ്പൊ പലരും അകത്തോട്ട് കയറി. കാരണം സമയം എത്തുന്നതായാലും 7:26. അപ്പോൾ കുറച്ച് ആവേശവും ബഹളവും ഒക്കെ ഈ ഏരീസിലുണ്ടായിരുന്നു. അതിന്റെ കഴിഞ്ഞിട്ട് പലരും തിയേറ്ററിലേക്ക് അവസാന നിമിഷം പോകാനും ആ തുടക്കത്തിലെ ഇൻട്രോ അതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ രാവിലെ 7:30 മണിക്ക് ഇത്രയധികം ആളുകൾ വരുന്നത് ഒരു പുതിയ സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം അറിയുന്ന, ക്ലൈമാക്സ് ഉൾപ്പെടെ അറിയുന്ന, ഇൻട്രോ എങ്ങനെയാണെന്ന് അറിയുന്ന 24 വർഷമായിട്ട് തിയേറ്ററുകളിൽ ആദ്യം കണ്ട് പിന്നീട് അതിനുശേഷം ടിവിയിലൊക്കെ തന്നെ മാറി മാറി കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയെക്കുറിച്ച് ആ സിനിമ എത്രയോ വട്ടം ടിവിയിൽ ഇവരെ തന്നെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ആവേശം ഉൾക്കൊണ്ട് തിയേറ്ററുകളിൽ, അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അന്ന് തിയേറ്ററിൽ പോയി കാണാൻ കഴിയാതെ പോയ, പ്രത്യേകിച്ച് പ്രായം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ആ സിനിമ 24 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വീണ്ടും കാണാൻ കഴിയുന്നതിന്റെ ഒരു ആവേശം, അത് തന്നെയാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന കാര്യം. പക്ഷെ ഇവിടെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കവിതയിൽ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കുമെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ആളുകൾ പറയുന്നത്. കാരണം ലാലേട്ടന്റെ കോട്ടയാണ്, ലാലേട്ടന്റെ മണ്ണാണ്, അത് തകർക്കാൻ ഇവിടെ ഫാൻസ് പിള്ളേർ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഫാൻ ഷോ എടുക്കാൻ പോയ സമയത്ത് 7 മണിക്ക് ആ ഒരു ഷോ എടുക്കാൻ പോയ സമയത്തുള്ള ആളുകളുടെ പ്രതികരണം. എന്തായാലും 7:30 അത് തകർക്കുന്ന രീതിയിലേക്ക് ഇവിടെയും ഷോ വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഷോ കഴിഞ്ഞിട്ട് ഒരു വലിയ ഗംഭീര പ്ലാനൊക്കെ ഫാൻസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കേക്ക് കട്ടിങ്ങും മറ്റേ പടക്കം പൊട്ടിക്കലും ഒക്കെ തുടങ്ങിയ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 9:45 ആകുമ്പോഴേക്കും അതിന്റെ ഒരു സമയം ആവും. പ്രത്യേകിച്ച് എന്റെ അടുത്ത് അമ്മ ചോദിച്ചായിരുന്നു, എന്തിനാണ് രാവിലെ പോയി പടത്തിന് കാണുന്നത് എന്നുള്ളത്, എത്ര വട്ടം ടി വി കണ്ടിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതേ ചോദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് വേറൊരു ആവേശമാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോഴേക്കും നീ പൊക്കോ എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ രാവിലെ എണീറ്റ് അമ്മ ചായ ഉണ്ടാക്കി തന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അമ്മയാണ് പറഞ്ഞു വിട്ടത്, ഇന്ന് പോയിട്ട് ആവേശം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 7:30 ഇപ്പൊ ഷോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തിരുവനന്തപുരത്ത് ഷോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ വലിയ പരിപാടികളാണ് ആര്യ. കാരണം കൊച്ചിയിൽ വലിയ പരിപാടി നടന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കാര്യം പറയുന്നത് അതിന്റെ ഡബിൾ ഇരട്ടി ആവേശം ഷോ കഴിഞ്ഞുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ആവേശം 9:45 ഷോ കഴിയും, ആ സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ഡയലോഗുകൾ കാണാൻ പാടാണല്ലോ. ഇപ്പൊ ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കരാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഈ സടക്ക് പാട്ടിനൊക്കെ കയറി ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് ഈ രാവണപ്രഭുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അങ്ങനെ അതിന്റെ ഒരു ഡാൻസ്, പിന്നെ കൺസീൽഡ് ടെൻഡർ വന്നില്ല എന്ന് മലയാളികൾ ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുന്നത്. കൺസീൽഡ് ടെൻഡർ എന്താണെന്നൊക്കെ അറിയുന്നത് ഈ രാവണപ്രഭുവിലൊക്കെയാണ്. അങ്ങനെ പല ഡയലോഗുകൾ, എല്ലാ ഡയലോഗുകളും കാണാപ്പാടമാണ്. നടേശ കൊല്ലണ്ട എന്ന് വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ അമ്മാതിരി എഫക്ട് കഴിഞ്ഞ ദിവസം കവിതയിൽ നമ്മൾ കണ്ടാണ്. അത് വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പാട്ടുകളാവട്ടെ, ഡയലോഗുകളാവട്ടെ, എല്ലാ രീതിയിലും ഈ സിനിമ ഒരു എവർ ലാസ്റ്റിംഗ് കൾട്ട് ക്ലാസിക് ആണ്.